അടൂർ ഗോപാലകൃഷ്ണ വേദിയിൽ വെച്ച് തന്നെ മറുപടി നൽകി ശ്രീകുമാരൻ തമ്പി. താൻ സിനിമ പഠിച്ചത് സിനിമ നിർമ്മിച്ചാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചുവെന്നും ശ്രീകുമാരൻ തമ്പി ചോദിച്ചു. പരാതി പറഞ്ഞവർ തന്നെ ഒടുവിൽ പോയി കേസ് പിൻവലിച്ചു. സർക്കാർ മുടക്കിയ പണത്തിന് എന്ത് പ്രയോജനം കിട്ടിയെന്നും സിനിമാ കോൺക്ലേവിൽ ശ്രീകുമാരൻ തമ്പി ചോദിക്കുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു തൊട്ടടുത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഒരു സുഹൃത്ത് അടൂർ പറഞ്ഞു, ഇന്ത്യയിൽ നമ്മുടെ സംസ്ഥാനത്താണ് മറ്റുള്ളവർ പഠിക്കേണ്ടതെന്ന്. അത് പൂർണ്ണമായും ശരിയല്ല. നമ്മുടെ സംസ്ഥാനം മലയാള സിനിമ സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ പറയില്ല. കാരണം ഈ ഏതാനും നമ്മുടെ ശ്രീരത്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ തന്നെ ഒരു കമ്മീഷൻ ഏർപ്പെടുത്തി. അതിന് വലിയ മുൻകൈ എടുത്തൊരു വലിയ സംരംഭമായിരുന്നു അത്. പക്ഷെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് അവസാനം എന്ത് സംഭവിച്ചു അറിയിക്കണം. എന്ത് സംഭവിച്ചു? അവസാനം പരാതി പറഞ്ഞവർ തന്നെ അത് വിധി കേസാകുമെന്ന് മനസ്സിലാക്കി പരാതി പറഞ്ഞ ആൾക്കാർ തന്നെ പോയി എനിക്ക് കേസില്ലെന്ന് പറഞ്ഞു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചു? സംസ്ഥാനം മുടക്കിയ പണം എവിടെ പോയി? അതിനെന്ത് പ്രയോജനം കിട്ടി? രാഹുൽ ജി നാഥ് വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, ഒരേ സമയം കൈയടിക്കുന്ന കേൾക്കുന്നുണ്ട്, ഒപ്പം തന്നെ പ്രതിഷേധത്തിന് കാരണമാകുന്ന പ്രസ്താവനകൾ കൂടി അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എങ്ങനെയാണ് സദസ്സ് ഇതിനോട് പ്രതികരിച്ചത്? ശ്രീകുമാരൻ തമ്പിയുടെ ഒരു മറുപടി നമ്മൾ കേട്ടു. മറ്റാരെങ്കിലും ഈ കാര്യങ്ങളിൽ, ഈ രണ്ട് മുതിർന്ന സിനിമാ പ്രവർത്തകരുടെയും പ്രസ്താവനകളിൽ എന്തെങ്കിലും മറുപടികൾ ഉണ്ടായോ? ദിവിഷ്, ഏറ്റവും ഒടുവിൽ മന്ത്രിയുടെ മറുപടിയാണ് പുറത്തു വരുന്നത്. അത് ഗ്രാന്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള മറുപടിയാണ്. ഗ്രാന്റ് നൽകുന്ന നല്ല സിനിമകൾക്കാണ്, അത് ആർക്കാണ് എന്നുള്ളതിൽ പ്രശ്നമില്ല. നല്ല സിനിമകൾക്ക് കൂടുതൽ പണം ചെലവാക്കിയാലും അത് തെറ്റില്ലെന്നാണ് തൻ്റെ നിലപാട് എന്നാണ് മന്ത്രി അറിയിച്ചത്. അത്തരത്തിൽ ഈ സിനിമകൾക്ക് ഇത്തരത്തിൽ ഗ്രാന്റ് നൽകുമ്പോൾ അതിൽ പരിശീലനം നൽകണമെന്ന് പറയുന്ന വിശാലത്തിൽ പറയുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഒരു ഭാഗത്തിലേക്ക് അത് ചുരുക്കുമ്പോൾ അത് തന്നെയാണ് ഒരു വിവാദത്തിലേക്ക് പോയത്. പട്ടികജാതി വിഭാഗത്തിൽ നൽകുന്ന ഗ്രാന്റ് അത് കുറയ്ക്കണം. അവരെടുക്കുന്ന പല സിനിമയ്ക്കും നിലവാരമില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായും മൂന്ന് മാസം അവർക്ക് തീവ്ര പരിശീലനം നൽകണമെന്ന പ്രസ്താവനയാണ് ആ ഘട്ടത്തിൽ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ ഉയർത്തിയത്. ആ ഘട്ടത്തിൽ തന്നെ പ്രതിഷേധം വനിതാ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഡോക്ടർ ബിജു ഉൾപ്പെടെയുള്ള വിഖ്യാതനായ സംവിധായകൻ ഡോക്ടർ ബിജു ഉൾപ്പെടെയുള്ള വേദിയിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, കോൺക്ലേവിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കോൺക്ലേവ് ഉയർത്തിപ്പിടിച്ച മൂല്യം അത് തുല്യത എന്ന വാക്കായിരുന്നു. അത് തന്നെയാണ് സംഘാടകരും മന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സമാപന സമ്മേളനത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകൾ വരുന്നു. ഏറ്റവും ഒടുവിൽ കലമുടയ്ക്കുന്ന തരത്തിലേക്ക് അടൂരിന്റെ പ്രസ്താവന വരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് ഒരു വിഭാഗത്തിലേക്ക് ഒതുക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളത് തന്നെയാണ്. സിനിമ പഠിക്കണമെങ്കിൽ, സിനിമ പരിശീലിപ്പിക്കണമെങ്കിൽ അത് വിശാലാർത്ഥത്തിൽ എല്ലാവർക്കും ആകാം എന്ന് നിർദ്ദേശം വരുന്നതിന് പകരം ഒരു വിഭാഗത്തിലേക്ക് ചുരുക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല നിലപാടിലാണ് ഇപ്പോൾ പ്രതിഷേധം ഉണ്ടായത്. അതിന് പിന്നാലെ മന്ത്രി ഇപ്പോൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ശ്രീകുമാരൻ തമ്പി പറഞ്ഞു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അത് പിന്നീട് എവിടെ പോയി, അതിനുവേണ്ടി സർക്കാർ ചിലവാക്കിയ പണം എവിടെയെന്ന് ചോദ്യം ഉന്നയിച്ചു. അതിനും മന്ത്രി മറുപടി കൊടുത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങും പോയിട്ടില്ല, അതെങ്ങും പോകാത്തത് കൊണ്ടാണ് ഇന്നിവിടെ കോൺക്ലേവ് നടക്കുന്നത്. അത്തരത്തിൽ സർക്കാരിന് ഇപ്പോൾ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ട വേദി കൂടിയായി മാറിയിരിക്കുകയാണ് സമാപന സമ്മേളനം. അത്തരത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടുകൾ രണ്ട് അതിഥികളിൽ നിന്നുണ്ടാകുന്നു. ഉദ്ഘാടകരിൽ നിന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടാകുന്നു, ഒപ്പം ശ്രീകുമാരൻ തമ്പിൽ നിന്നുണ്ടാകുന്നു. അതിൽ മറുപടി പറയേണ്ട ബാധ്യത കൂടി സർക്കാർ ഉണ്ടാകുകയാണ്. ഇന്നലെ വരെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്തായിരുന്നു, അതിന് നേരെ വിപരീതമായി ഒരു ഇൻക്ലൂസീവായ, അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്തിരുന്ന ആശയത്തിലേക്ക് നടന്നു നീങ്ങാൻ വേണ്ടി കോൺഗ്രസ് സംഘടിപ്പിച്ചെങ്കിൽ അതിന് വിലങ്ങുതടിയാകുന്ന, അതിന് വിഘ്നം വെക്കുന്ന, തുരങ്കം വെക്കുന്ന നിലപാടാണ് ഇപ്പോൾ എന്തായാലും അടൂരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധം ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായി. ഗോപാലകൃഷ്ണന്റെ പരാമർശങ്ങളാണ് കൂടുതൽ വിവാദത്തിന് ഇടയാക്കിയത്.